രാജ്യം മുഴുവൻ രാജ്യതലസ്ഥാനത്ത് സമരം ചെയ്യുന്ന പ്രതിഷേധിക്കുന്ന യുവാക്കളുടെ കൂടെയാണ്. പ്രതിപക്ഷ പാർട്ടികൾ കൂടി ആ യുവാക്കൾക്കൊപ്പം ചേർന്നതോടുകൂടി അക്ഷരാർത്ഥത്തിൽ രാജ്യ തലസ്ഥാനം പ്രതിഷേധ കളമായി മാറിയിരിക്കുകയാണ്. കൂടുതൽ ജനപിന്തുണ പ്രതിഷേധത്തിന് ലഭിക്കുകയാണ്. മോദി സർക്കാരിനെതിരെ, BJP സർക്കാരിനെതിരെ ജനം ഒന്നടങ്കം തെരുവിലേക്ക്, പ്രത്യേകിച്ച് യുവാക്കൾ തെരുവിലേക്ക് വരുന്ന സാഹചര്യം. മോദിയുടെ കോട്ടകൾ ഇളകി മറിയുമോ എന്ന ഭയമുണ്ട്. അതുകൊണ്ട് തന്നെ ഡൽഹിയിൽ വമ്പൻ സുരക്ഷാ വലയം തീർത്തിരിക്കുകയാണ് നരേന്ദ്രമോദി. ഡൽഹിയിൽ വമ്പൻ നീക്കങ്ങൾ നടക്കുന്നു എന്ന നിർണായക വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. പ്രതിഷേധക്കാർ കൂടുതൽ ന്യൂഡൽഹിയിലേക്ക് ഒഴുകിയെത്തുന്നത് കണക്കിലെടുത്ത് വലിയ ജാഗ്രതയിലേക്ക് പോലീസ് കടക്കുന്നു. സമരക്കാരെ നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി 16 മെട്രോ സ്റ്റേഷനുകൾ അടച്ചു. എന്നാൽ പ്രതിഷേധം കനത്തതോടെ ഈ മെട്രോ സ്റ്റേഷനുകൾ തുറക്കേണ്ടി വന്നു. രാജീവ് ചൗക്ക്, ലോക് കല്യാൺ മാർഗ്, ITO, സെൻട്രൽ സെക്രട്ടേറിയറ്റ് ഉൾപ്പെടെ ന്യൂദില്ലിയിൽ മേഖലയിലെ പ്രധാന സ്റ്റേഷനുകൾ നിയന്ത്രണങ്ങൾ ഉണ്ടായി. സുരക്ഷാ ക്രമീകരണങ്ങൾ കണക്കിലെടുത്ത നടപടി എന്നാണ് വിശദീകരണം. മെട്രോ സ്റ്റേഷനുകൾക്കകത്ത് പ്രതിഷേധക്കാർ മുദ്രാവാക്യം വിളിച്ചു നിൽക്കുന്നത് സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് വെല്ലുവിളിയാകുന്നു എന്നതാണ് പറയുന്നത്. എന്തായാലും സമരത്തെ നേരിടാൻ 20 കമ്പനി CRPF സേനയെ കൂടി വിന്യസിക്കുമെന്ന വിവരം പുറത്തുവരുന്നു. ബംഗാളിൽ നിന്ന് പോലീസ് ഉദ്യോഗസ്ഥരെ ദില്ലിക്ക് വ്യോമമാർഗം എത്തിക്കുമെന്ന വിവരമാണ് പുറത്തേക്ക് വരുന്നത്. പാർലമെന്റ് മാർച്ചിനിടെ സമരക്കാർക്ക് നേരെ ദ്രുതകർമ്മസേന പെല്ലറ്റ് ഗണ്ണുകൾ പ്രയോഗിച്ചു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ലേഡി ഹാർഡിംഗ് ആശുപത്രിയിൽ ചികിത്സയിലുള്ള യുവാവിന്റെ കണ്ണിൽ നിന്ന് പെല്ലറ്റ് നീക്കി എന്നാണ് ആശുപത്രി രേഖകളുടെ അടിസ്ഥാനത്തിൽ പുറത്തേക്ക് വന്ന റിപ്പോർട്ട്. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധം ദില്ലിയിൽ അരങ്ങേറുമ്പോൾ നരേന്ദ്രമോദിയും BJPയും ഒന്ന് പേടിച്ചിരിക്കുന്നു. ദില്ലിയിൽ സുരക്ഷ ശക്തമാക്കുന്നു. അവിടെ വലിയ പോലീസ് സേനയെ വിന്യസിക്കുന്നു. കൂടാതെ വലിയ രീതിയിലുള്ള സുരക്ഷാ മാർഗങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നു എന്ന വിവരം പുറത്തേക്ക് വരികയാണ്. വലിയ ജനപിന്തുണയാണ്. രാജ്യത്തിന്റെ പല ഭാഗത്തു നിന്നും യുവാക്കൾ ദില്ലിയിലേക്ക് ഒഴുകിയെത്തുകയാണ്. രാജ്യ തലസ്ഥാനം അക്ഷരാർത്ഥത്തിൽ ഒരു പ്രതിഷേധ കളമായി മാറിയിരിക്കുന്നു.